സമയങ്ങളെല്ലാം ഞാൻ വളരെ ദൈവത്തിന് പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന് രാത്രി എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളതെന്ന് ദൈവത്തോട് ഞാൻ ചോദിക്കുന്നുണ്ട്. ഈ വൈകി ഇറങ്ങി അല്പ മിനിറ്റുകൾ മുമ്പ് ഇവിടേക്ക് ഇറങ്ങി മീറ്റിങ്ങിന് വേണ്ടി വരുന്ന അല്പ മിനിറ്റുകൾ മുമ്പാണ് ദൈവം ഇന്ന് രാത്രിയിലെ സന്ദേശം എന്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചത്. അതിനോടനുബന്ധമായ ചില വാക്കുകളുണ്ട്. പ്രാർത്ഥനകളിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അതിന്റെ കൺഫർമേഷനായി അതിന്റെ ദൈവം തന്ന ആലോചനയാണെന്നുള്ളതിന്റെ ബോധ്യം ഉള്ളടങ്ങപ്പെട്ടു വേണം എന്റെ വാചകങ്ങൾ നാവിൽ നിന്ന് പുറപ്പെട്ടു. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് രാത്രി ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഈ മീറ്റിങ്ങുകളൊക്കെ ഒരു വിടുതലായി മാറണം, ദൈവപ്രവൃത്തിയായിട്ട് മാറണം. തീർച്ചയായിട്ടും രാത്രി നമ്മളോട് സംസാരിക്കുന്ന വളരെ വിലപ്പെട്ട സമയങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. സമയമായിട്ട് ഉപയോഗിക്കാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ, ദൈവത്തിന്റെ കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ വായിക്കാനല്ല, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഒരു ദൈവ പ്രവൃത്തിയുടെ ചരിത്രം കൊണ്ടാണ് എന്ന് പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല. ദൈവപ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത് മടക്കി വരുത്തുക, പുതുക്കി പണിയുക. ഇത് വേദപുസ്തകത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിന്തയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിയ മടക്കി കൊണ്ടുവരിക, പൂർവസ്ഥിതിയിലേക്കാക്കുക, പുതുക്കി പണിയുക. ഇത് വേദപുസ്തകത്തിലെ എല്ലാ ഇൻസിഡൻസും, എല്ലാ വ്യക്തികളോടുള്ള ഇടപെടലും, ഓരോ സ്ഥാനങ്ങളോടുള്ള, ഭൂമിയോടുള്ള ബന്ധത്തിൽ എല്ലായിടത്തും ദൈവം മടക്കിക്കൊണ്ടിരുന്ന ചിത്രമാണ്. ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടോ? തകർന്നു കിടക്കുന്ന ഒന്നിനെ കണ്ടാൽ, ശൂന്യമായ ഒന്നിനെ കണ്ടാൽ, ഉദ്ദേശിക്കുന്ന പ്രയോജനം ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയുക എന്നൊരു ചിത്രമാണ് ആധുനിക ലോകം നൽകുന്നത്. പ്രത്യേകിച്ച് എപ്പോഴും ഓർക്കും യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്നാൽ വേദപുസ്തകം ഉപയോഗിക്കുക, കളയുക എന്നുള്ളതല്ല വേദപുസ്തകത്തിന്റെ ചരിത്രം. നഷ്ടപ്പെടുന്നതിനെ, രൂപരഹിതമാകുന്നതിനെ, പ്രയോജനപ്രദമായി വരാത്തതിനെ കർത്താവിന്റെ ആത്മാവ് ചേർന്നിരുന്ന് അതിനെ പുതുക്കിക്കൊണ്ടിരുന്ന ചരിത്രം വേദപുസ്തകത്തിലാണ്. ഈ ആദ്യത്തെ വാചകം തന്നെ ഞാൻ വളരെ ഗൗരവമായിട്ട് നിങ്ങളോട് പറയുന്നതോ, ഈ വചന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ചിന്ത മാത്രം, ഒരു വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് മാത്രം ഒന്ന് പരാമർശിച്ചിട്ട് നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ചിന്ത മനസ്സിൽ നിന്ന് മാറിപ്പോകരുത്. മടക്കിക്കൊണ്ടിരിക്കുക, പൂർവസ്ഥിതിയിലേക്കാക്കുക, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടിരിക്കുക. ഇത് വേദപുസ്തകത്തിന്റെ കാതലായ ചിന്ത. അതുകൊണ്ട് ഇന്ന് രാത്രി ആരംഭ നിമിഷത്തിൽ എനിക്ക് എന്നോട് പറയാനുള്ളത്, തള്ളിക്കളഞ്ഞെന്നോ ചിലരൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ദൈവം എന്നെ തള്ളിക്കളഞ്ഞു, ഇനി എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപസിച്ചാലും ഇനി പ്രയോജനം ഇല്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വേദപുസ്തകത്തിലെ ദൈവത്തെ ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക. തള്ളിക്കളയാനല്ല ദൈവത്തിന്റെ ഇഷ്ടം, പണിതെടുക്കാനാണ് ദൈവത്തിന്റെ ഇഷ്ടം, പുതുക്കിപ്പണിയാനാണ് ദൈവത്തിന്റെ ഇഷ്ടം, രൂപപ്പെടുത്താനാണ് ദൈവത്തിന്റെ ഇഷ്ടം. തുടക്കം ആദ്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത വാചകം, ഭൂമി പാഴും ശൂന്യമായിരുന്നു. മൂലപദത്തിലേക്ക് പോയി പഠിക്കുമ്പോഴാണ് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പലതിന്റെ അർത്ഥവ്യാപ്തി, അതിന്റെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മൂലഭാഷയിലേക്ക് ചേർത്ത് പഠിക്കുമ്പോൾ പലതരത്തിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ബിക്കം വോയിഡ് ആൻഡ് ഫോംലെസ് എന്ന് പറഞ്ഞാൽ ഉപയോഗരഹിതമായി തീർന്നു, ഉപയോഗരഹിതമായി തീർന്നു, രൂപരഹിതമായി തീർന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ളവർക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മ വീണ്ടും പുതുക്കി വരും. സ്തോത്രം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഓടാനോടി ഗോളങ്ങളുള്ളതിൽ ഗണിക്കാൻ ദൈവത്തിന്റെ കണ്ണിൽ ഒരു കരടിന്റെ വലിപ്പമേ ഉള്ളൂ ഈ ഭൂമിയുടെ വലിപ്പം. ഇതിനേക്കാൾ ഭൂമിയുടെ 100 ഇരട്ടി വലിപ്പമുള്ള പ്രപഞ്ച ഗോളങ്ങളുണ്ട്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടില്ലാത്ത ഗോളങ്ങളുണ്ട്. ഏതായാലും ഉദ്ദേശരഹിതമായിട്ട് ദൈവം ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ദൈവമാണോ ഭൂമിയെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ഇതിനെല്ലാം ഓരോ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന് വേണമെങ്കിൽ സ്തോത്രം. എന്റെ മനസ്സിൽ വരുന്ന ചിത്രം ഫുട്ബോൾ കളിക്കാരുടെ ചിത്രമാണ്. ദൈവത്തിന് വേണമെങ്കിൽ തന്റെ കാലുകൊണ്ട് തന്റെ ഉദ്ദേശപൂർത്തിയിലേക്ക് വരാത്ത, തന്റെ ഇഷ്ടത്തിന്റെ നിവൃത്തിയിലേക്ക് വരാത്ത, തന്റെ മനസ്സൊരിക്കലും രൂപരഹിതമല്ല. ദൈവത്തിന്റെ ഹൃദയം ഒരിക്കലും ശൂന്യതയുടെ ഹൃദയമല്ല. എപ്പോഴും ദൈവം കാണുന്നത് നിറവാ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ദൈവം കാണുന്ന അനുഗ്രഹമാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നു എന്നല്ല ദൈവം നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ കാണുന്നത്.
കൂട്ടുസഹോദരൻ നോക്കുമ്പോൾ കാണുന്നത് എന്താ? ഇന്ന് ഞാൻ എന്തായിരിക്കും അതാ കാണുന്നത്. കൂട്ടുസഹോദരൻ നോക്കുമ്പോൾ അതാ കാണുന്നത്. എന്നാൽ തമ്പുരാൻ നോക്കുമ്പോൾ ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് മാറിയിരുന്നോന്നല്ല ദൈവം, ഞാൻ ആരാകണമെന്ന് അവന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടോ ആ മനസ്സ് വെച്ച് നോക്കുന്നവരാണ് നമ്മുടെ സ്വർഗീയ ദൈവം. ഇന്ന് രാത്രി ഓർക്കണം, ദൈവത്തിന്റെ മുൻപിൽ നമ്മളെ കുറിച്ച് ശുഭപ്രതീക്ഷകൾ, അനുഗ്രഹത്തിന്റെ, നന്മയുടെ, സ്തോത്രം, രൂപീകരണത്തിന്റെ, പുതുക്കപ്പെടലിന്റെ, നവീകരണത്തിന്റെ ചിത്രമാണ് ദൈവത്തിന്റെ മനസ്സിലുള്ളത്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫുട്ബോൾ കളിക്കാനുള്ള ചിത്രം മനസ്സിൽ വരികയാ. സ്തോത്രം. ദൈവത്തിന് വേണമെങ്കിൽ തന്റെ കാല് മടക്കി ഭൂമിക്ക് തൊഴി കൊടുത്തൊരു ഒരു സൈഡിലേക്ക് അതിനെ മാറ്റിയിട്ട് മറ്റൊരു ഗോളത്തെ തന്റെ ഇഷ്ടപ്രകാരം രൂപീകരിച്ചെടുക്കുന്നതിന് മലയാളത്തിൽ 4 അക്ഷരം. എന്താ? ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം നമ്മളെ പരിചയപ്പെടുത്തി തുടങ്ങി തരുന്ന ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഈ ഭൂമിയെ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് രൂപരഹിതമായ ഒരു വോയിഡ്, ശൂന്യമായ ഈ ഭൂമിയെ അങ്ങോട്ട് മാറ്റിയിട്ട് വേറൊരു ഗോളത്തെ എടുക്കുകയോ വേറൊരു പുതിയ ഗോളത്തെ സൃഷ്ടിക്കുകയോ ചെയ്യാൻ തന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊന്നും ആലോചിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എത്ര പ്രാവശ്യം ആലോചിക്കണം. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം താൻ സമ്പൂർണന, സർവജ്ഞാനിയ, സർവവ്യാപിയ, സർവശക്തന. തന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. തനിക്കൊരു സൃഷ്ടിപ്പ് നടത്തണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് 4 അക്ഷരം മതി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ചെറിയ ബ്രേക്ക് ഇട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന ഏത് വെല്ലുവിളിയാണെങ്കിലും ഇന്ന് രാത്രി ആത്മാവെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് 4 അക്ഷരം മതി. സ്തോത്രം. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഇന്ന് രാത്രി നമ്മുടെ ശൂന്യതകളെ നോക്കിക്കൊണ്ട് പറ, നമ്മുടെ പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട് പറ, രൂപരഹിതമായ അവസ്ഥകളെ നോക്കിക്കൊണ്ട് പറ, ദൈവത്തിന്റെ വാക്ക് അതിന്റെ മേൽ വരുമ്പോൾ അവന്റെ ശബ്ദം മാൻപേടുകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, അതിൽ ഈ വനങ്ങളെ തോലിരിക്കുന്ന ശബ്ദം, സ്തോത്രം, ദൈവത്തിന്റെ ശബ്ദത്തിന്റെ എത്രയോ ആഴമുള്ള ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം എന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ദൈവത്തിന് അത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ ദൈവം അത് ചെയ്തില്ല. പറയാനെല്ലാം വരുന്നത് ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. ദൈവം എടുത്ത് മാറ്റിവെച്ചില്ല. ദൈവം മറ്റൊന്നിനെ സൃഷ്ടിക്കുകയല്ല ചെയ്തു. വേദപുസ്തകം പറയുന്നു, ആഴത്തിന്റെ മേൽ ഇരുളുണ്ടായി. ദൈവത്തിന്റെ ആത്മാവെന്ന് ചെയ്തു വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ അവിടെ പറയുന്നു. തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നതോ. ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ മേൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ശബ്ദം ഉണ്ടാകട്ടെ എന്ന ഭൂമിക്ക് മീതെ മുഴങ്ങുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയിൽ വന്ന് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഇതിന്റെ മേൽ ഏതിന്റെ മേല പരിവർത്തിക്കുന്നത്? 3 കാര്യങ്ങൾ അവിടെ കാണുന്നു. ഒന്ന്, അതെന്താണ്? എങ്ങനെ നമ്മൾ പറഞ്ഞത്? അത് പാഴാണ്. 2, ശൂന്യമാണ്. മൂന്നാമത്തെ അവിടെ കാണുന്ന നെഗറ്റീവ് കാര്യം എന്ന് പറയുന്നത് ആഴത്തിന്റെ മേൽ വെള്ളം കൊണ്ട് മൂടിക്കിടക്കുകയാണ് ഭൂമി. അതിന്റെ മേൽ എന്തുണ്ട്? ഇരുളുണ്ട്. അപ്പോൾ പാഴായിരിക്കുന്ന, ശൂന്യമായിരിക്കുന്ന, ഇരുള് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തെ കണ്ടാൽ നമ്മൾ അധികം ശ്രദ്ധ വെക്കത്തില്ല, നമ്മളത് വിട്ടുകളയും. എന്നാൽ കർത്താവ് വിട്ടുകളഞ്ഞില്ല. കർത്താവ് അതിന്റെ മേൽ ശ്രദ്ധ വെച്ചു. ഹല്ലേലൂയ. ദൈവിക ആളത്വത്തിൽ ഒരു ഭാഗമായിരിക്കുന്ന ആത്മാവ് അതിന്റെ മേൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരിവർത്തിച്ചുകൊണ്ടിരുന്നു. റൂഹ എന്ന് പറയുന്ന ആത്മാവിനെ കാറ്റെന്നും എബ്രായ ഭാഷയിൽ റൂഹ എന്നും പുതിയ നിയമ ഭാഷയിൽ ന്യൂമ എന്നും പറയുന്ന, ഗ്രീക്ക് ഭാഷയിൽ ന്യൂമ എന്നും പറയുന്ന, നമ്മൾ പരിശുദ്ധാത്മാവെന്ന് ഒറ്റ വാക്കിൽ പറയുന്നു. ഇനി വലിയൊരു കാര്യം അവിടെ ചിന്തിക്കുന്നത്, ദൈവത്തെ പരിശുദ്ധ ദൈവമെന്ന് വളരെ വിരളമായിട്ട് പറയും. യേശുവിനെ പരിശുദ്ധ കർത്താവെന്ന് വളരെ വിരളമായിട്ടാണ് വ്യവസ്ഥിച്ചത്. പക്ഷെ ആ ദൈവിക ആളത്വമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം എന്ത് ചേർത്തിട്ടുണ്ട്? പരിശുദ്ധ ആത്മാവ്. അപ്പോൾ ദൈവിക ആളത്വത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത എത്ര വലുതാണെന്ന് അറിയണമെങ്കിൽ സ്തോത്രം, ഈ ഭൂമിയിൽ തന്നെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു മാതൃഹൃദയത്തിന് ഭൂമിയെ സങ്കല്പിക്കുന്നത് ഒരു മാതാവായിട്ടാണ് നമ്മളെ കവിവര്യന്മാര് സങ്കല്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ പറയുന്നത്. ഇനി മാതൃത്വം എന്നുള്ളതിന് ജന്മം കൊടുക്കുന്നത് കൊണ്ടോ നിലനിർത്തുന്നത് കൊണ്ടോ പോഷിപ്പിക്കുന്നത് കൊണ്ടോ ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, ഒരു ഭവനത്തിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള പിതാവിനേക്കാൾ അവരുടെ ഇഞ്ചന്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ വളരെ ഗൗരവം കൊടുക്കുന്ന ഒരു ഭാഗമാണ് മാതാവിന്റെ റോള്.
അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കിയാൽ ഓരോ ഭാഗങ്ങളിലും ഒരു കുടുംബത്തിന് ഒരു മാതാവിന്റെ ഉത്തരവാദിത്വം എന്താണോ അതുപോലാണ് പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ മാതാവായിട്ടോ സ്ത്രീരൂപമായിട്ടോ അല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങളെല്ലാം ബുദ്ധിയുള്ളവരാ, അധികം ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് ചിന്തിച്ചു പോകരുത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നഷ്ടപ്പെട്ടതിനെ തള്ളിക്കളയാൻ വലിയ സ്തോത്രം ഒരു ശ്രമത്തിലേക്ക് പോവുകയല്ല, മടക്കിക്കൊണ്ടുവരാനുള്ള അനുതാപത്തിന്റെ പ്രവൃത്തി, രൂപാന്തരത്തിന്റെ പ്രവൃത്തി ആത്മാവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്. ഇനി നമ്മുടെ കാലഘട്ടത്തിൽ അതിന് അല്പവും കൂടെ ഗൗരവമുണ്ട്. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിരന്തരവാസത്തിന് വേണ്ടി ഭൂമിയുടെ മേൽ, ഇരുൾ നിറഞ്ഞ ഭൂമിയുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ദൈവത്തിന്റെ ശബ്ദം അതിന്റെ മേൽ വ്യാപരിച്ചപ്പോൾ സൃഷ്ടിപ്പ് നടന്നു. സൃഷ്ടിപ്പിനകത്തെല്ലാം കീ റോള് പരിശുദ്ധാത്മാവിനാ, പ്രധാന ജോലി പരിശുദ്ധാത്മാവിനാ. മറ്റൊരു തലകൂടെ പറയാ, യേശുക്രിസ്തു ഭൂമിയിൽ ഉളവാകാൻ വന്നപ്പോൾ മറിയോട് പറയുന്നത്, മറിയ ചോദിച്ചൊരു പുരുഷനെ അറിയാമെങ്കിൽ എനിക്കിതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നു, ദൂതൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവശബ്ദമുണ്ട്. അതെന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഒരു വിശുദ്ധമായ നിന്നിൽ ഉത്ഭവിക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിയാൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതിനെയും ഒരു സാധ്യതയും ഇല്ലാത്ത ഇടങ്ങളിലും പരിശുദ്ധാത്മാവ് ഒന്ന് പരിവർത്തിച്ചിരുന്ന പുതിയ ചില സൃഷ്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ആരംഭത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ, ഈ ആമുഖത്തിൽ ഇങ്ങനെ പറയട്ടെ, വചനത്തിലേക്ക് നമ്മളെ ഭാഗത്തിലേക്ക് കടക്കാൻ പോകുക. എന്നാൽ ദൈവാത്മാവിനോട് പറയുന്ന വാചകം ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അല്ലെങ്കിൽ സ്തോത്ര സാധ്യതയില്ലാത്ത ചില ഇടങ്ങളിൽ എന്തോ ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് പറയുന്നു. ചിലരുടെ ഹൃദയങ്ങളെ നോക്കി ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഇനി പ്രയോജനമില്ലെന്ന് എണ്ണപ്പെട്ടിരിക്കുന്ന ചില പ്രത്യേക ജീവിത വിഷയങ്ങളുടെ നടുവിൽ ഇനി രൂപപ്പെടത്തില്ലെന്നോ, ഇനി ഇവിടെ നിന്നൊരു നന്മ വരത്തില്ലെന്നോ, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ന്യായപ്രമാണം പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതായ നമ്മെ ചോദിക്കുന്നത് പോലെ നിന്റെ നേരെ വിരൽച്ചുണ്ടി ഇനി ഇതിനകത്തുനിന്ന് നന്മ ലഭിക്കുമോ എന്ന് ചോദിച്ചതിന്റെ വിഷയങ്ങളെ പ്രവചനാത്മാവിൽ ഈ രാത്രി ഞങ്ങൾ ദൂത് ഇവിടെ പുറപ്പെടുവിക്കുകയാ, ആത്മാവിൽ പ്രഖ്യാപിക്കുകയാ. നഷ്ടപ്പെട്ട ചിലതിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഈ രാത്രി അനുവദിക്കുക. അതിനകത്തുനിന്ന് ഒരു പുതിയതിനെ ഉളവാക്കിക്കൊണ്ടുവരാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പരിമിതപ്പെടുത്തരുത്. ഇത്രയും പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുക. ഇല്ലെന്ന് തോന്നുന്നതിനെ, ശൂന്യമായി പോയെന്ന് തോന്നുന്നതിനെ, ഇനി നടക്കത്തില്ലെന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത് അതെന്തുമായിക്കൊള്ളട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ജോലി സംബന്ധമാകട്ടെ, ജീവിതത്തിലെ ഏതെങ്കിലും അല്ലെങ്കിൽ സ്തോത്രം സാഹചര്യങ്ങൾ അടഞ്ഞു പോയതാകട്ടെ, ഈ രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, സ്തോത്രം അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവിന് പരിവർത്തിച്ച് ചില പുതിയ ഉത്ഭവങ്ങളെ കൊണ്ടുവരാൻ കഴിയും, ചില ദൈവപ്രവർത്തികളെ കൊണ്ടുവരാൻ കഴിയും. ഞാൻ മടങ്ങി വരട്ടെ. അപ്പൊ മടക്കിക്കൊണ്ടുവരുന്നതിന്റെ ആലയത്തെ പുതുക്കി പണിയുകയാണ്. കർമ്മേലിൽ ഏലിയാവ് യാഗം കഴിക്കാൻ പോകുമ്പോൾ, ശ്രദ്ധിക്കണേ, കർമ്മേലിൽ ഏലിയാവ് യാഗം കഴിക്കാൻ പോകുമ്പോൾ സ്തോത്രം അവിടെ കാണുന്നത് പുതിയൊരു യാഗപീഠം പണിയല്ല. ഇതിനെ ചിന്തിപ്പിക്കുന്ന വേറെ കാര്യമുണ്ട്. ബാലിന്റെ അശ്വരയുടെ പ്രവാചകന്മാർ 850 പേര് നിറഞ്ഞു നിന്ന് നല്ല ഫ്രഷ് ആൻഡ് നമ്പർ 1 യാഗപീഠം അവിടെ കിടപ്പുണ്ട്. ഇനി അതും പോരാഞ്ഞിട്ട് തീ ഇറങ്ങിയിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, നല്ല ഒന്നാമത്തെ ഒരു കാളെ അതിന്റെ പുറത്തിരിപ്പുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? സ്തോത്രം. എന്നാൽ ആ കാളയ്ക്ക് തീ കൊടുക്കാനല്ല സ്തോത്രം ഏരിയാവ് തയ്യാറാകുന്നത്. ആ കർമ്മേലിന്റെ മരമുകളെല്ലാം പരന്ന് നടന്നിട്ട് കാടെല്ലാം വഴഞ്ഞു മാറ്റി അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നതും ഇപ്പോൾ നഷ്ടപ്പെട്ട് കിടക്കുന്നതുമായ, തകർന്നു കിടക്കുന്നതുമായ ഒരു യാഗപീഠത്തെ അദ്ദേഹം കണ്ടെത്തിയിട്ട് കഠിന പരിശ്രമം ചെയ്ത് സ്തോത്രം. കാരണം ഭോജനയാഗത്തിന്റെ നേരമായി രാവിലെ പോലും ഉച്ച കഴിയുന്നതും വരെ മറ്റൊരു ഭയങ്കര ആരാധനയും വർഷിപ്പ് നടത്തി ഇടപാട് തീർന്ന് കിടക്കുക. ഇനി തുലോ നേരം കൂടെ ഉള്ളൂ. എന്നാ പിന്നെ ഏതായാലും സമയം പോയി. എന്നാ പിന്നെ ഇവിടെ തന്നെ ഈ യാഗപീഠം എന്ത് ചെയ്തേക്കാം, കത്തിച്ചേക്കാം, തീ ഇറങ്ങുമോ? യാഗപീഠം മാത്രമല്ല പ്രധാനം, അത് ഒരുക്കുന്നതും പ്രധാനമാണ്. ഇന്ന് രാത്രി വളരെ ഗൗരവമായി തോന്നണം. എന്നാൽ ഞാൻ പറയാൻ വരുന്നത് അതല്ല, പല ചിന്തകളിലേക്ക് പോയാൽ നമുക്ക് ഇതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏലിയാവ് ചെയ്തത് പഴയ തകർന്നു കിടന്ന ഒരു യാഗപീഠത്തെ മടക്കിക്കൊണ്ടു, അതിനെ പുതുക്കിക്കൊണ്ടു.
ഗോത്രപിതാക്കന്മാരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം കല്ലുകൾ എടുത്ത് അടുക്കി വെച്ച് വേറൊരു കാളയെടുത്ത് ഒരുക്കി നിർത്തിയിരുന്ന ഒരു കാളയെടുത്ത് അതിനെ തരപ്പെടുത്തി എല്ലാ നിലയിലും ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്തോത്രം. ഈ ഇറങ്ങുന്നതും യാഗം നടത്തുന്നതും ഒന്നും അല്ല വിഷയം, ഒരുക്കമാണ് പ്രധാനം. ഒരുക്കം പ്രധാനമായതുകൊണ്ട് പഴയതിനെ എടുത്തില്ല. അല്ലെങ്കിൽ പിന്നെ സമയം പോയില്ല. പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഏതായാലും യാഗങ്ങളും കിടപ്പുണ്ട്, ഏതായാലും നാളെയും കിടപ്പുണ്ട്, കത്തിച്ചേക്കാമെന്നല്ല പറഞ്ഞത്. സ്തോത്രം. അതവിടെ കിടന്നുകൊണ്ട് അവിടെ കിടന്നു എന്ത് നാളിയാലും അത് ഇതിനകത്ത് കൂട്ടാനൊക്കത്തില്ല. കാരണം ദൈവിക ആരാധനയ്ക്ക് ഒരു പ്രമാണമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു അഭിഷിക്ത ദാസൻ പറഞ്ഞൊരു വാചകം ഞാൻ പറയാ, നമുക്കാവശ്യം നവീകരണമല്ല, നമുക്കാവശ്യം പൂർവീകരണമാണ്. അതേവാസം ഇന്നിപ്പോ യുഎഇയിലുണ്ട്. ആ വാചകങ്ങൾ എന്നെ വളരെ ചൈതന്യപ്പെടുത്തുന്ന വാചകങ്ങളാണ്. സ്തോത്രം. നമുക്കാവശ്യം നവീകരണമല്ല. നവീകരണം എന്ന് പറഞ്ഞാൽ എന്താ? പഴയതിനെ പെയിന്റ് അടിച്ച് കുട്ടപ്പനൊക്കെ ഒറ്റ നടത്തി കണ്ടാൽ നോക്കി ഇപ്പം ഉണ്ടാക്കിയതാണെന്ന് തോന്നും. എന്നാൽ പൂർവീകരണം അങ്ങനല്ല. പണ്ടുണ്ടായിരുന്നതെന്തോ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ മടക്കി വരുത്തണം. ഈ രാത്രി ഹല്ലേലൂയ, സ്തോത്രം. ഈ ആത്മീയ ലോകത്തിന് ഈ രാത്രി ആവശ്യം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഒരു പൂർവീകരണമാണ്. ഏതിലേക്ക്? പിതാക്കന്മാർ അടിസ്ഥാനമിട്ട് ഒന്നിലേക്ക് മടങ്ങിപ്പോകാൻ. ഹല്ലേലൂയ. ആരംഭ നാളുകളിൽ പണിതെടുത്ത ഒരു ആരാധനയുണ്ട്, അതല്ല ഇന്ന് നടക്കുന്ന ആരാധന. ആരംഭ നാളുകളിൽ ഉണ്ടായിരുന്ന ഒരു വിടുതലുണ്ട്, അതല്ല ഇന്ന് നടക്കുന്ന വിടുതല്. ആരംഭ നാളുകളിൽ പൂർവികന്മാർ ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു വിടുതൽ ഇല്ലേ എന്ന അത്ഭുതം. എന്നാൽ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക, നമുക്കൊരു പൂർവീകരണത്തിന്റെ ആവശ്യമുണ്ട്, ഒരു മടങ്ങിപ്പോക്കിന്റെ ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യുക. ഈ രാത്രി എനിക്കറിയാം, താല്പര്യത്തോടെ പ്രാർത്ഥിക്കാൻ വന്ന, താല്പര്യത്തോടെ ദൈവത്തെ കേൾക്കാൻ വന്ന, ആ ദൈവത്തോടെ ദൈവനിയോഗം തിരിച്ചറിഞ്ഞു വന്ന അഭിഷക്ത ദൈവമക്കളോട് ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഒരു പൂർവീകരണത്തിനായുള്ള വിളി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നൽകുകയാണ്. യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത 3 പൂർവീകരണങ്ങൾ വേഗത്തിൽ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന്, വേഗത്തിൽ നിങ്ങളെ വാക്യങ്ങളൊന്ന് വായിക്കുന്നത് മാത്രം പറഞ്ഞ് ഞാൻ വിടാം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 22-24 27-ന്റെ 22, 23. അവന്റെ കൈകൾ സഹോദരനായ ഏസാവിന്റെ കൈകൾ പോലെ രോമമുള്ളവയാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. നീ എന്റെ മകൻ ഏസാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചതിന് അതേ എന്ന് അവൻ പറഞ്ഞു. മതി, നീ എന്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് ചോദിച്ചതിന് അതെ എന്ന് അന്തക്ഷരെ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞു? അതെ. കാരണം കൂടുതൽ പറഞ്ഞു പോയാൽ അപ്പൻ ശബ്ദം മനസ്സിലാക്കിയാലോ എന്ന് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞു, നീ എന്റെ മകൻ ഏശാവ് തന്നെയോ. 32-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? 32-ാം അധ്യായം പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പോകാം. 32-ാം അധ്യായത്തിൽ 27-28 വാക്യങ്ങൾ. നിന്റെ പേരെന്തെന്ന് അവനവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലിമയിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന്. ഇസ്രായേൽ ചോദിക്കുന്നു, എത്ര വർഷം മുമ്പാന്നറിയാമോ? ഏകദേശം എന്റെ ഒരു ചിന്ത അനുസരിച്ച് 21 വർഷം മുമ്പ്. കാരണം ലേയ്ക്ക് വേണ്ടിയും നാഗലിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും ഒക്കെ പല ഏഴുകളുടെ കണക്ക് വരുന്നു. അപ്പൊ ഒരു ഏകദേശ കണക്കനുസരിച്ച് 21 വർഷം മുമ്പ് അപ്പൻ കണ്ണുമങ്ങിയിരുന്ന അപ്പൻ ഒരു ചോദ്യം തപ്പി നോക്കിയപ്പോ രോമം ഉള്ളതുകൊണ്ട് ഏശാവാണെന്ന് വിചാരിച്ച ഇസ്ഹാക്ക് ഫൈനൽ കൺഫർമേഷന് വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു, നീ എന്റെ മകൻ ഏശാവ് അതെ എന്ന് പറഞ്ഞ് അപ്പന്റെ അനുഗ്രഹം മുഴുവൻ മേടിച്ചൊരൊറ്റ വെടിയിൽ അവിടെ. അതെല്ലാം കഴിഞ്ഞ് അവിടെ ഭയങ്കര കബളിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പനെ കബളിപ്പിച്ചുകൊണ്ട് പോയതുകൊണ്ട് അമ്മായപ്പൻ നമ്പർ 1 കബളിപ്പിക്കൽ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇത് പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ച് യാബോക്ക് കടവിന്റെ അടുക്ക വരുമ്പോൾ മരണഭീതി മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഇറങ്ങി തിരിച്ചിട്ട് എത്ര നാളായി? ഏകദേശം 21 വർഷമായി. പക്ഷെ ഉള്ളിൽ മരണഭീതി കിടക്കുക. കാരണം അറിയാമോ? ഏശാവ് എന്ത് ചെയ്യും? കൊല്ലും.
അതിനു മുമ്പ് തനിക്കുള്ളതിനെല്ലാം അക്കരെ കടത്തി ഉഷത്താകുമ്പോഴും രാത്രി കിടന്ന് മല്ല് പിടിച്ച് ദൂതൻ പിടിവിടുന്നില്ല, ദൂതന് പോകേണ്ട സമയമാകുന്നു, ഇദ്ദേഹം വിടുന്നില്ല, അദ്ദേഹത്തിന് പോകാനും പറ്റുന്നില്ല. ലാസ്റ്റ് ഒറ്റ ചോദ്യം, നിന്റെ അന്നൊരു വാക്ക് പറഞ്ഞു പഠിപ്പിച്ചതാ. എന്താ പറഞ്ഞു പഠിപ്പിച്ചത്? അപ്പനോട് എന്താ പറഞ്ഞേ? കണ്ണ് കാണാത്ത അപ്പനോട് പറഞ്ഞു, എന്റെ പേര് യേശാവ് അല്ല യാക്കോബ് ആണോ? നിന്റെ മകൻ യേശാവാണെന്ന്. ലാസ്റ്റിൽ അനുഗ്രഹിക്കുന്നതിന് തൊട്ട് മുമ്പ് ചോദ്യം, നിന്റെ ഇന്നലെ എന്താ പറഞ്ഞു? ഞാൻ യാക്കോബ്. ഉടനെ എടുത്തവായി ദൈവം പറയുന്നു, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് ഇനിയും നിന്റെ പേര് എന്താ? നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് ദൈവം അതിനെക്കാട്ടി വിടുക. ഇസ്രാക്കിനെക്കാട്ടി വിടുക്കനല്ല അവൻ, അവനെക്കാട്ടി വിടുക്കനാരോ ദൈവം തമ്പുരാൻ. ദൈവം തമ്പുരാൻ ഇവരെ പിടിച്ചു നിർത്തിയിട്ട് ഇനി ബാക്കി കുറച്ച് കോഴ്സ് കൂടെ പൂർത്തീകരിക്കണം. നമ്മൾ പറഞ്ഞു പെട്ടെന്ന് നിർത്താം. ഇച്ചിരൂടെ കോഴ്സ് കംപ്ലീറ്റ് ആകാനുണ്ട്. അപ്പോ ദൈവം പറയുകയാണ്, മല്ല് പിടിച്ചു, സമ്മതിച്ചു, എനിക്കിനി മുമ്പോട്ട് പോകണമെങ്കിൽ നിന്റെ സഹായം ഇല്ലാതെ പറ്റത്തില്ല. യാക്കോബ് എന്ന് പറഞ്ഞാൽ സപ്ലാന്റർ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക അർത്ഥമാണെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഒറിജിനൽ അല്ലാത്തവരെന്ന. അതിന്റെ ഒറിജിനൽ അർത്ഥം അതാ യാക്കോബ് എന്നുള്ള പേര്. ഒറിജിനൽ അല്ലാത്തവർ, ഡ്യൂപ്ലിക്കേറ്റ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ അതിനെ ഉപായി എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ പറയുന്നത്, ഇവൻ അവിടെ ചോദിച്ചു, ദൈവത്തോട് ഉള്ള കാര്യം പറഞ്ഞു, ഞാൻ ഇപ്പോഴും ആരല്ല, ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അനുഗ്രഹത്തിന് വല്ല കുറവ് കൊണ്ടോ? ഒരു ഭാര്യയ്ക്ക് പകരം 2 ഭാര്യമാര്, അതും പോരാഞ്ഞിട്ട് ദാസിമാര്, അതും പോരാഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ, അതും പോരാഞ്ഞിട്ട് ആടുമാടുകള്, 100 കണക്കിന് അതിനെ ആർക്ക് കൊടുക്കാം? ആർക്ക് കൊടുക്കാം? യേശാവിന് കൊടുക്കാൻ തക്കവണ്ണം, അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ തക്കവണ്ണം അഡീഷണൽ സാധനങ്ങൾ. ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്തില്ലെന്നറിയാമോ? മനസ്സമാധാനം. ഏതാ വേണ്ടിയത്? അനുഗ്രഹത്തിന്റെ നന്മയുടെ, അനുഗ്രഹം എന്നുള്ള വാക്യം പറഞ്ഞില്ല, നന്മയുടെ കൂമ്പാരമാണോ വേണ്ടിയത്, അതോ മനസ്സമാധാനമാണോ വേണ്ടിയത്? യാക്കോബിനോട് ദൈവം ചോദിക്കുന്നു. അടുത്ത ദൈവം പറയുന്നു, ഞാൻ നിന്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അതാണ് എന്നെ വളരെയധികം സൈക്ക് ചെയ്ത ഒരു ഭാഗം വേദപുസ്തകത്തിൽ. നിന്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെടും എന്നേ പറഞ്ഞുള്ളൂ. നിന്റെ പേര് ഇന്നു മുതൽ ഇസ്രായേൽ എന്നായിരിക്കും. സാറായി എന്നല്ല, ഇനിയും സാറ എന്ന, അബ്രാം എന്നല്ല, അബ്രഹാം എന്നങ്ങോട്ട് അവരോട് ഫ്രീ ആയിട്ട് പറഞ്ഞതുപോലെ ഇയാളോട് ദൈവത്തിന് ഫ്രീ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവം വെയിറ്റ് ചെയ്യുക. ദൈവം പറയുക, നിന്റെ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇനി എപ്പോഴാ വിളിച്ചെന്നറിയാമോ? 35-ാം അധ്യായം 9 വാക്യങ്ങളാ. അപ്പൊ അവിടുന്ന് വന്നു, 14-ാമേന്ന് വന്നു, യാബോക്കിന്റെ കടവിലെ മല്ലുപിടുത്തവും കഴിഞ്ഞു. അപ്പം ദൈവം പറഞ്ഞത്, നിനക്ക് പിന്നെ ഇസ്രായേൽ എന്ന പേര് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് എത്തിയപ്പോഴാണ്, അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് പോയിന്റ്, വേറൊരു കാര്യം കറക്റ്റ് ആക്കിയപ്പോൾ, വേറൊരു മടങ്ങി വരവ് നടന്നു കഴിഞ്ഞപ്പോൾ, കറക്റ്റായിട്ട് ദൈവ ഉദ്ദേശ സ്ഥാനത്ത് അവൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അവനോട് പറയുന്നത്, നിന്റെ പേര് യാക്കോബ് എന്നല്ലോ. കണ്ടോ, ദൈവം തമ്പുരാന്റെ പണിയൊന്ന് ഓർത്തു വയ്ക്ക്. അല്ലെങ്കിൽ അപ്പനോട് പറഞ്ഞു ഞാൻ ഏശാവാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ദൈവം ചോദിച്ചു, നിന്റെ പേരെന്താ? അന്ന് സമ്മതിച്ചു, യാക്കോബ് എന്നാ. അടുത്ത ദൈവം രണ്ടാമത്. കണ്ടോ, ഒരു പരിപാടി ദൈവത്തിന്റെ മുമ്പിൽ ഇറക്കിയാൽ, ദൈവത്തിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കബളിപ്പിക്കുന്ന, പിതാവിനെ കബളിപ്പിക്കുന്ന ഒരു പരിപാടി ഇറക്കിയാൽ ആദ്യം നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, പിന്നെ ദൈവം തമ്പുരാനും പറയും. സ്തോത്രം. അവൻ പറഞ്ഞു, എന്റെ പേര് യാക്കോബ് എന്നാ. ഇപ്പൊ ദൈവം തമ്പുരാൻ പറയുക, നിന്റെ പേര് യാക്കോബ് എന്ന് അല്ലോ. അടുത്തത്, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന പേരാകും. എവിടെ വെച്ചാൽ ഇത് കൊടുത്തെന്നറിയാമോ? 35-1 വായിക്കാം. അതിന്റെ കുത്തും കോമായി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും കുത്തും കോമായി, മേളിൽ കുത്തും താഴെ കോമായി സെമിക്കോളം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന്റെ ബാക്കി വരുന്നതുകൂടെ ശ്രദ്ധിച്ചിട്ട് ഇതിനകത്തെ ആശയം പൂർണ്ണമാക്കാൻ പറ്റത്തുള്ളൂ എന്ന് അതിന്റെ അർത്ഥം. അവിടെ പറഞ്ഞെനിക്ക് അർത്ഥം എന്താ നോക്കൂ. നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കാം, നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക. എവിടെയാണെന്നറിയാമോ?
എവിടെയാ? ബേഥേൽ, ലൂസ്. ദൈവം അങ്ങോട്ട് ചോദിച്ചതല്ല. ഒറ്റയ്ക്ക് കിടന്നൊരു രാത്രിയിൽ അടുത്ത ദിവസം നേരം വെളുപ്പിക്കുമോ എന്ന് യാതൊരു ബോധ്യവും ഇല്ലാതെ കിടന്ന് ഉറങ്ങി, കല്ല് തലവണയായിട്ട് വെച്ചിട്ട് ഉറങ്ങി സ്വപ്നം കണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറക്കക്ഷീണം എത്ര വലുതാണെന്ന് ഓർത്തോണം. ഇവിടെ നല്ല ഒന്നാം തരം ഫൈബറിന്റെ നല്ല സ്പോഞ്ചുള്ള തലവണ കെട്ടിയിട്ട് പലവട്ടം മറിഞ്ഞും തിരിഞ്ഞും കിടന്നിട്ട് ഒരു നല്ല ഉറക്കം വീഴുന്നത്. പ്രൈസലോ, അവിടെ കല്ല് തലവണയായി വെച്ച ഉടനെ അദ്ദേഹം ഉറങ്ങി. നല്ല ഉറക്കമായിരുന്നതിന്റെ തെളിവെന്താ? സ്വപ്നം കണ്ടു. നല്ല ഉറക്കത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ? സ്വപ്നം കാണത്തുള്ളൂ. പ്രൈസലോ, സ്തോത്രം. അപ്പൊ ഒന്ന് ഓർത്തു നോക്കിയേ, നല്ല സുന്ദരമായിട്ട് അദ്ദേഹം ഉറങ്ങി. പക്ഷെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, അടുത്ത ദിവസം നേരം വെളുപ്പിക്കുമോ എന്ന് അറിയത്തില്ല. കാരണം അതൊരു മരുഭൂമിയിൽ ഒരു കാട്ടുപ്രദേശത്ത് എവിടെയോ കിടക്കുക. രാത്രി വല്ല കള്ളന്മാരോ ആക്രമിക്കുമോ, എന്തെങ്കിലും സംഭവിക്കുമോ ഒന്നും അറിയത്തില്ല. എന്നാൽ പ്രവാഹത്തിൽ ചാടി എഴുന്നേറ്റ് അദ്ദേഹം ക്രൈസ്തവർ പറഞ്ഞു, ഓവാ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ ഇത് അറിഞ്ഞില്ല. അതുകൊണ്ട് എന്റെ അപ്പന്റെ വീട് വിട്ട് ഞാൻ പോകുമ്പോ ഭയങ്കര തീരുമാനം. നമ്മളതുപോലല്ലേ, ഒരു വിടുതൽ നടന്നു കഴിഞ്ഞാൽ, ഒരു രാത്രി സുഖമായി ഉറങ്ങിക്കഴിഞ്ഞാൽ, ഒരു നന്മ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ചില തീരുമാനങ്ങൾ എടുക്കും. പക്ഷെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ വലിയ കാര്യം അത് നിവർത്തിക്കുന്നതാ. ക്രൈസ്തവർ ഹല്ലേലൂയ. 21 വർഷം കഴിഞ്ഞതുകൊണ്ടോ 30 വർഷം കഴിഞ്ഞതുകൊണ്ടോ തീരുമാനം നമ്മൾ മറക്കും. പക്ഷെങ്കിൽ മേളിലൊരുത്തനുണ്ട്, അവൻ ഓർമ്മക്കുറവുള്ളവനല്ല. അവന്റെ മുമ്പിൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ നിവർത്തിക്കുന്നത് കാണാൻ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. ബേഥേലിലെ പ്രഭാതത്തിൽ ലൂസ് എന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഇതിന് ബേഥേൽ എന്ന് പേരാകും. എന്താ ബേഥേൽ? ഇത് ദൈവത്തിന്റെ ഭവനമാകും. ആരാക്കും? ഞാനാക്കും. എന്തുകൊണ്ടാക്കും? എനിക്ക് ഇന്നലെ രാത്രി ദൈവം ഇവിടെ ശുഭകരമായി ഉറക്കുന്നത് മാത്രമല്ല, എന്നെ ഇവിടെ മടക്കിക്കൊണ്ടുവരുമെന്ന്, എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്ന് എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് ഞാൻ ബേഥേലിൽ ഒരു ആലയം പണിയുമെന്ന് പുള്ളി ഒരു തീരുമാനമെടുത്തു. അന്നേരത്തെ സന്തോഷത്തിലെടുത്തു. പിന്നത്തേതിന് അദ്ദേഹം മറന്നുപോയി. പലയിടത്തും കൂടാരം അടിച്ചു. എന്നെ വേറൊരു കാര്യം ആത്മാവോടൊന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞ് ഈ ചിന്തകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ബേഥേലിൽ എത്തുന്നത് വരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ തുടർന്നുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ക്രൈസ്തവോ, ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, പ്രത്യക്ഷത ഉണ്ടാകുന്നുണ്ട്, ദൂതനോട് മല്ലുകെട്ട് ജയിക്കുന്നുണ്ട്, ഉപവാസം നടത്തുന്നുണ്ട്, രാഹേലിന് വേണ്ടി മധ്യസ്ഥത അയക്കുന്നുണ്ട്, വിടുതലുകൾ അന്നേരം ലഭിക്കുന്നുണ്ട്. സത്യമാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, ഉടമ്പടി ചെയ്ത സ്ഥാനത്തേക്ക് വന്ന് തിരിച്ചുറയ്ക്കുന്നത് വരെ ദൈവത്തിന്റെ കരം പുറകെ ചലിച്ചുകൊണ്ടിരിക്കുക. ശേഖം നല്ല സ്ഥലമാ, നല്ല സ്ഥലമാ. ശേഖമിനെ കുറിച്ച് ഇതിനു മുമ്പ് പലയാവത്തിൽ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, നല്ല സ്ഥലമാ. പക്ഷെങ്കിൽ ദീനാവൊന്ന് ഇറങ്ങിപ്പോയി. ഒന്നും ഇറങ്ങിയിട്ട് വരാൻ ഇറങ്ങിപ്പോയി. അതവരുടെ ജീവിതത്തിൽ എന്നേക്ക് ഹൃദയത്തിന്റെ ഭാഗത്ത് വേദനയായി മാറത്തക്കവണ്ണം ആ അനുഭവങ്ങൾ മാറുവാനിടയായി തീർന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി വേദനകൾ, ഒന്നിനു പുറകെ ഒന്നായി ഒറ്റപ്പെടലുകൾ, ഒന്നിനു പുറകെ ഒന്നായി മരണഭീതികൾ ജീവിതത്തിനകത്ത് ആഞ്ഞടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒറ്റ മറുപടിയുള്ളൂ: ഉടമ്പടിയിലേക്ക് മടങ്ങി വരിക, തീരുമാനത്തിലേക്ക് മടങ്ങി വരിക. ഈ രാത്രി ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞു, നീ നിന്റെ സഹോദരനെ പേടിച്ചു പോകുമ്പോൾ നീ ഉടമ്പടി ചെയ്ത സ്ഥാനത്തേക്ക് മടങ്ങി വാ. അവിടെ ചെന്ന് ബേഥേലിൽ ചെന്ന് ആലയമൊന്നും പണിതില്ല. ഇത് ദൈവത്തിന്റെ ആലയമായിരിക്കുമെന്നൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞു. അവിടെ ആലയമൊന്നും പറഞ്ഞില്ല. എന്റെ പണിതുള്ളൂ, യാഗപീഠമേ പണിതുള്ളൂ. പക്ഷെങ്കിൽ യാഗപീഠം പണിത് കഴിഞ്ഞ ഉടനെ യഹോവ അവന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. നാം ഒരു ചുവട് വെച്ചാൽ ദൈവം 2 ചുവട് വെക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ വെറുതെ പാസ്റ്റർ പറയുകയല്ല, ആത്മാവിൽ ഹല്ലേലൂയ പ്രാർത്ഥന മുറിയിൽ നിന്ന് ദൈവാത്മാവ് പറഞ്ഞ ദൂതുകളാണ് ഈ വചനത്തോട് അനുബന്ധമായിട്ട് പറയുന്നത്. ഓരോ ദൈവദാസന്മാരും ദൈവനിയോഗത്താൽ പറയുന്ന ദൂതുകൾ ഈ രാത്രി ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ അല്ല ഓരോ സമയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ നിന്റെ പ്രവർത്തനം തികയ്ക്കാൻ ഞാനിതാ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. നഷ്ടത്തെ ലാഭമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. വേദനകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. തുടരെ ജീവിതത്തിന് നേരെ വരുന്ന വെല്ലുവിളികളുടെ മേൽ ദൈവം ജയം കൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഈ ഒറ്റ കാര്യങ്ങളെ പറഞ്ഞു നിർത്താൻ 2-3 മിനിറ്റുകളോടെ ഉള്ളൂ. വേഗത്തിൽ പറയാം. ഒന്നാമത്തെ കാര്യം, പേരിൽ ദൈവം ഒരു മടങ്ങിവരവ് നൽകി. അവനെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന യഥാർത്ഥ പേരിലേക്ക്. കാരണം ആ പേരിലാണ് ലോകചരിത്രം ഇപ്പൊ തിരിയുന്നത്. അത് മറന്നുപോലെ ലോകത്തിലെ സകല 200-ലധികം വരുന്ന ലോകരാജ്യങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ഈ പേരില്ല. ഈ ദേശത്തായതുകൊണ്ട് ഞാൻ അധികം ആ പേര് പറയുന്നില്ല. എന്നാലും ഓർത്തോളം ആ ഒരൊറ്റ
ഒരൊറ്റ പേരിലാണ് ലോകത്തിന്റെ ഗതി ഇപ്പം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി തിരിയാൻ പോകുന്നതും ലോകഗതിയുടെ പൂർത്തീകരണം വരുന്നതും ഏത് പേരില്ല? ഈ പേരില്ല. ആർക്ക് കൊടുത്ത പേരില്? മടങ്ങി വരുന്നവന് കൊടുക്കുന്ന പേരിൽ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുക, ലോകം കാത്തിരിക്കുക നമ്മുടെ മടങ്ങി വരുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ചില തീരുമാനങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ, ചില വ്യവസ്ഥകളിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ, എന്നോ ചെയ്ത ചില ഉടമ്പടികളിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ, ലോക ചരിത്രം തിരിയേണ്ടത് നമ്മുടെ മടങ്ങി വരവിന്റെ മുകളിലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൂത് മനസ്സിലാകുന്ന എത്ര ദൈവങ്ങളുണ്ട്? ദൈവത്തെ സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു കൊടുത്ത്, എന്റെ മോനെ അപ്പച്ചൻ കണ്ണ് മങ്ങിയതാണ്. ഇനി എത്ര നാൾ പുള്ളിക്കാരൻ കാണുമെന്ന് പുള്ളി വിഷമത്തിലാണെങ്കിലും പുള്ളിക്കാരി പറഞ്ഞു. ഉള്ളിൻ്റെ വിഷമത്തിലാണെങ്കിലും പുള്ളിക്കാരി പറഞ്ഞു എത്ര നാൾ കാണുമെന്ന് അറിയാം. പക്ഷെങ്കിൽ എന്റെ മോനെ, കൊച്ചിലേ നിങ്ങളെ ഞാൻ ഉദരത്തിൽ വഹിച്ചോണ്ട് നടന്നപ്പോഴേ ദൈവത്തിന്റെ ദൂത് എന്റെ മേലുണ്ട്. മൂത്തവൻ ഇളയവനെ മോനെ, അപ്പച്ചന്റെ കണ്ണു മങ്ങുകയും ചെയ്ത എവിടെ ചെന്ന് ഇത് അവസാനിക്കുമെന്ന് എനിക്ക് കാര്യം ചെയ്യാം. വാക്തത്വം നിവർത്തിക്കാൻ എന്റെ മനസ്സിലൊരു ഐഡിയ. വാക്തത്വം നിവർത്തിക്കാൻ ഐഡിയ ഒന്ന് കൊണ്ടുവരല്ലേ, ആ വർഷങ്ങൾ മുഴുവൻ നഷ്ടമായിരിക്കും. ഇന്ന് രാത്രി ഞാൻ പറയാം, വാക്തത്വം നിവർത്തിക്കാൻ ഐഡിയ ഇടരുത്. ആത്മാവിനെ വിളിച്ചു പറയും. ഒത്തിരി പേര് വാക്തത്വം നിവർത്തിക്കാൻ ഐഡിയയുടെ പുറകെ പോയി പല കാര്യങ്ങളിലും പോയി. ഐഡിയ നാട്ടിലെ ഒരു ഫോൺ കമ്പനി, അതും അതോട്ട് അല്ലെങ്കിൽ അത് പോക്കോട്ടെ. ഞാൻ വേഗത്തിൽ പറയുന്നത്, an idea can change your life. പക്ഷെ ആ ഇങ്ങനെ താഴെ കുത്തും മേളി വരെയും. അപ്പൊ ഞാൻ പറയുന്നത്, ആ തരതിരിഞ്ഞ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ആ ചേഞ്ച് ചിലപ്പോൾ നിത്യനാശത്തിലേക്കായിരിക്കും. പ്രൈസല്ലോ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അതിന് ഇടയ്ക്ക് ഒരു ഉദാഹരണമായിട്ട് ഓർത്തെന്നുള്ളതേ ഉള്ളൂ. തലതിരിഞ്ഞ ഐഡിയ എന്നാണ് ഞാൻ അതിനെ വായിക്കുന്നത്. പ്രൈസല്ലോ. കാരണം ഒത്തിരി ചെറുപ്പക്കാരെ ഇന്ന് കെണിയിലാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മകൻ പ്രസ്ഥാനമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. വേഗത്തിൽ പറഞ്ഞില്ല. അമ്മ ഒരു ഐഡിയ വെച്ചു കൊടുത്തു. മോൻ അതിന് കൂടെ കാരണം പുള്ളി സാധുശീലനും ഗൂഢാനവാസിയുമായതുകൊണ്ട് എല്ലാവരും പറയും പുള്ളി സാധുശീലനും ഗൂഢാനവാസിയാണ്. പുള്ളി ഗൂഢാനത്തിന് പുറത്തു പോകേണ്ട കാര്യമില്ല. നീ പണിയാ കാര്യം ഇരിക്കുന്നെങ്കിൽ സ്വഭാവം ഇതാണെങ്കിൽ പിന്നെ കാട്ടിക്കിടക്കുന്ന എല്ലാം വീട്ടിൽ വരൂടെ. അപ്പൊ ഒരു കുഴപ്പമില്ല. പൈസോ ഇന്ന് രാത്രിക്കാലം ഓർത്തോണോ? അല്ലയോ, ഒന്നെങ്കിൽ അധ്വാനശീലം വേണം, ഇല്ലെങ്കിൽ നല്ല ഈ പറഞ്ഞ യാക്കോബിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ ഇരിക്കുന്നവർക്ക് കാര്യം വരും. യാക്കോബ് സാധുശീലനും ഗൂഢാനവാസിയാണെന്നൊക്കെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് പുള്ളിയുടെ നേച്ചറിന്റെ പ്രത്യേകത നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത്. അമ്മ ഇത് പറഞ്ഞപ്പോൾ തിരിച്ചൊരു കാര്യം, അമ്മേ അത് കർത്താവ് ചെയ്തോളും, നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയേണ്ടൊരു കാര്യം അമ്മയെ മോനും കൂടെ അപ്പനെ കളിപ്പിച്ചു. സംഭവം എത്ര ഉള്ളായിരുന്നു? അപ്പച്ചൻ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞു പെട്ടെന്ന് പറയാമെങ്കിൽ പെട്ടെന്ന് അപ്പച്ചന് അടുത്ത ദിവസങ്ങളിൽ തട്ടിപ്പോകും പോലെ. അതുകൊണ്ട് പെട്ടെന്ന് തട്ടിപ്പോയോന്ന് അറിയണമല്ലോ നമുക്ക്. 35 അധ്യായത്തിലേക്ക് വന്നു. 35 അധ്യായത്തിൽ ഇപ്പൊ എവിടെ വന്നു? അങ്ങ് ലാബാന്റെ വീട്ടിലൊക്കെ പോയി പാർത്ത് ഭാര്യമാരെയും കിട്ടി, പിന്നെ ഒത്തിരി സമ്പത്തും കിട്ടി, മക്കളെയും കിട്ടി, എല്ലാമായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത് എവിടെ വന്നേക്കുക? ബേതേലി വന്നു. അവിടുന്ന് പിന്നെ എവിടെ വന്നു? എവിടുന്ന് പോയെന്നറിയാമോ? ബേർഷേബയിൽ അപ്പച്ചൻ താമസിക്കുന്നു. അപ്പൊ ബേർഷേബിൽ പോയ വഴിക്ക് ഉണ്ടായ സ്ഥലമാണേത് ബേതേല്. നേരത്തെ അതിന്റെ പേര് ലൂസൈഡ്. അത് പോയി 16 പോയി അവിടുന്ന് എല്ലാം മടങ്ങി വന്നു. ഇപ്പൊ ബേതേലി വന്നു. അവിടുന്ന് ഇപ്പം സഹോദരനെയൊക്കെ കണ്ട്. അപ്പൊ സഹോദരൻ കൊന്നില്ല. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം തീർന്നു. സഹോദരൻ കൊന്നില്ല. സഹോദരൻ ഒരു ദോഷവും ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു നിർത്താൻ പോവുകയാണ്. 35 അവസാനത്തേക്ക് വരാമോ? 27 വാക്യം. പിന്നെ യാക്കോബ് കിര്യത്തർബ എന്ന മമ്രയിൽ തന്റെ അപ്പനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ വന്നു. അടുത്തത് നോക്കി, അബ്രഹാമും ഇസ്ഹാക്കും പാർത്തിരുന്ന ഹെബ്രോൻ ഇത് തന്നെ. ഇറങ്ങിപ്പോയ സ്ഥലത്ത് തന്നെ അദ്ദേഹം ചെയ്തു, തിരിച്ചു വന്നു. ഇനി അടുത്തത്, ഇസ്ഹാക്കിന്റെ ആയുസ് 180 സംവത്സരമായിരുന്നു. അടുത്ത വാക്യം, ഇസ്ഹാക്ക് വയോധികനായിട്ട് മാത്രമല്ല പ്രാണനെ വിട്ടത്, കാലസമ്പൂർണനുമായിട്ട്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോണം. എന്തിനാണെന്നറിയാമോ? ഈ യാക്കോബിന്റെ മടങ്ങി വരവ് കഴിയുന്നിടം വരെ ഇസ്ഹാക്കിന്റെ കാലസമ്പൂർണത ശേഷിച്ചു. കാലസമ്പൂർണനുമായിട്ട് എന്ത് ചെയ്തു? പ്രാണനെ വിട്ട് മരിച്ച് തന്റെ ജനത്തോട് ചെയ്തു. അടുത്തത്, അവന്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടെ എന്ത് ചെയ്തു? ഇസ്ഹാക്കിനെ അടക്കി. ഇപ്പൊ യാക്കോബിന് ഒറ്റ വിഷമം, ഈ പൊല്ലാപ്പിലൊന്നും പോയിട്ടുണ്ട്.
നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തള്ളിക്കളയാത്ത ദൈവമായതുകൊണ്ട്, മടങ്ങി വരവിന് കാത്തിരിക്കുന്ന ഒരു ദൈവമായതുകൊണ്ട് ഇന്ന് രാത്രി അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പന്റെ ഭവനം വിട്ടുപോയ ഒരു മകൻ മടങ്ങി വരുന്നത് നോക്കിയിരിക്കുന്ന ഒരു പിതാവിനെ പോലെ ഈ രാത്രി സ്വർഗീയ പിതാവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അവന്റെ പേരിന്റെ ദൈവം ഒരു മടങ്ങി വരവ്, ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരമുള്ള സ്ഥാനത്തേക്ക് അവന്റെ പേര് കൊണ്ടുവന്നു. രണ്ടാമത്, ദൈവത്തിനെ ആരാധിക്കുവാൻ അവൻ തീരുമാനമെടുത്ത ബേഥേലിലേക്ക് ദൈവനെ മടക്കിക്കൊണ്ടുവന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. മൂന്നാമത്, ഹല്ലേലൂയ സ്തോത്രം, അപ്പന്റെ ഭവനത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവന്നു. അവകാശത്തിലേക്ക് തലമുറയായി ദൈവം നമ്മുടെ സങ്കേതമാകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഈ മെസ്സേജ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, പിതാക്കന്മാരുടെ അവകാശം കൈവിടപ്പെട്ടു പോയെന്നും അപഹരിച്ചെടുത്തെന്നും ഈ രാത്രി വ്യാപനപ്പെട്ടാണ് മുട്ടുമടക്കിയിരിക്കുന്നതെങ്കിൽ ഈ രാത്രി ദൈവാത്മാവിനെ പറയട്ടെ, നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചിലതിനെ നിന്റെ കയ്യിൽ മടക്കിത്തരാ എന്റെ ദൈവശക്തനാണെന്ന് ഈ രാത്രി ഞാൻ ആത്മാവിനെ വിളിച്ചു പറയുക. പ്രൈസലോ. യാക്കോബിനെ ദൈവം മടക്കി ഇസ്ഹാക്കിന്റെ ഭവനത്തിൽ കൊണ്ടു. വയോധികന് കാലത്തും കൊണ്ടനുമായി ഇസ്ഹാക്ക് മരിച്ചു. ഏശാവും യാക്കോബും കൂടി ഇസ്ഹാക്കിനെ അടക്കം ചെയ്തു. ഈ രാത്രി ഹല്ലേലൂയ മടങ്ങിപ്പോയി വിശ്രമിക്കുന്നതിന് മുമ്പ് മുഴങ്ങാൽ മടക്കി, കർത്താവേ, ഏതെങ്കിലും ഉടമ്പടികൾ എന്റെ ജീവിതത്തിൽ പെൻഡിങ്ങിൽ കിടപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥാനങ്ങളിലേക്ക് ഞാൻ മടങ്ങി വരാൻ നീ എന്നെ കാത്തിരിക്കുന്നെങ്കിൽ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഈ വചനങ്ങൾ ദൈവം നമ്മെ സഹായിക്കും.